ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ കഞ്ചാവ് എന്ന് വിളിക്കാം. എന്താ രാമേന്ദ്ര പ്രശ്നം? അങ്ങനെ ഷമീർ വീണ്ടും പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പീന്റെ പഴയ അടിമായിട്ടുള്ള ഷമീറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താ സംഭവം പറ കേക്കട്ടെ. ചങ്ങായി ഇപ്പൊ ഇവിടെ ഒളിവിലൊക്കെയാണ്. അതിനിടയിൽ ആശാൻ ഏതോ ലാബിൽ പോയിട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്തി. എന്നിട്ട് എല്ലാം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ടും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കുറെ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പുറത്ത്. ആരാ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പൊ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എനിക്ക് ഇതിന്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ. എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുന്ന് കാണിക്കാൻ പറഞ്ഞ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കുക. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താ? തലയ്ക്ക് നൊസ്സാ എനിക്ക്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കാൻ മണ്ടറല്ല, അതിബുദ്ധിമാനെ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവന്റെ പിന്നാലെ പോയെ. ഓക്കെ, എന്നിട്ട് ഇവൻ അയച്ചു തരാന്ന് പറയുന്നത് ഈ കോപ്പിയാ. കോപ്പി കയ്യിൽ വെച്ചാൽ മതി. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇത് മാത്രമല്ല, ഇതിനുശേഷം സായി ലാബിൽ നേരിട്ട് വിളിച്ച് കാര്യം കൺഫേം ആക്കുന്നുണ്ട്. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവൻ അത് ചെയ്യുമ്പോ അത് മറ്റേ നമ്മൾ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിക്കും. ഇനി ഇവൻ ഏതൊക്കെ റിസൾട്ട് ആണ് തിരുത്തിയതെന്ന് അറിയണ്ടേ. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ ഇത് പോസിറ്റീവാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം മിസ്റ്റർ ഇൻസ്പെക്ടർ. വേണ്ട സാറേ. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ കഞ്ചാവ് എന്ന് വിളിക്കാം. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. കഞ്ചാവിന്റെ റിസൾട്ട് ആണ് ഷമീർ തിരുത്തിയതെന്നാണ് സായി പറയുന്നത്. സായി മാത്രമല്ല, ലാബുകാരും അത് കൺഫേം ആക്കിയിട്ടുണ്ട്. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. സമാധാനമായല്ലോ, അനുഭവിച്ചു. അവര് ലീഗലി മൂവ് ചെയ്താൽ പോലീസ് ഒന്ന് ലാബിലെ ഒറിജിനൽ റിപ്പോർട്ട് എടുക്കും. അതോടെ ഇവൻ പെടും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഞാൻ പോകുന്നു. ബൈ ബൈ.